കൊടും വേനലിൽ വലയുന്ന പൊതുജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനായി മട്ടാഞ്ചേരി പാലസ് റോഡിലാണ് മൈത്രി ഗ്രൂപ്പ് സൗജന്യ മോരുപന്തൽ ഒരുക്കിയിരിക്കുന്നത്. കൊടും വേനലിൽ ചുട്ടുപൊള്ളുന്ന മട്ടാഞ്ചേരിയിൽ ദാഹജലം നൽകി മാതൃകയാവുകയാണ് മട്ടാഞ്ചേരിയിലെ മൈത്രി മഹാജനും ദീപക് പൂജാരയും കുടുംബവും. ഇവിടെ എത്തുന്ന ഏതൊരാൾക്കും ശുദ്ധമായ മോരുവെള്ളം സൗജന്യമായി ലഭിക്കും. കഴിഞ്ഞ പല കൊടിയ വേനലുകളിലെയും എന്ന പോലെ ഈ വർഷവും ഏവർക്കും കുളിർമ നിറഞ്ഞ മോരുവെള്ളമാണ് ഇവിടെ മൈത്രി ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മട്ടാഞ്ചേരി പാലസ് റോഡിൽ ആരംഭിച്ചിരിക്കുന്ന സൗജന്യ മോര് വിതരണത്തിന്റെ ഉദ്ഘാടനം സിനിമാ താരം ആസിഫ് അലി നിർവഹിച്ചു. ഒരുപാട് സന്തോഷം എനിക്ക് ഇങ്ങനെ ഈ ഒരു ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് എന്നെ വിളിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആരും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത രീതിയിലാണ് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത്. എത്ര ചൂടാണെന്ന് പറഞ്ഞാലും നമുക്കൊന്നും പുറത്തേക്ക് നമ്മുടേതായ കാര്യങ്ങൾ എടുക്കാതിരിക്കാൻ യാത്ര ചെയ്യാതിരിക്കാൻ കഴിയില്ല. ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സഹായം ജീവസാറും അതിന്റെ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ ചെയ്യുന്നതാണെന്നുള്ളത് എൻ്റെ പുതിയ അറിവായിരുന്നു. വിജയമായിട്ട് പല സമയത്ത് ബന്ധപ്പെടുന്ന ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് അദ്ദേഹം എന്നോടൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും നല്ലൊരു സോഷ്യൽ കോസ് ആയതുകൊണ്ട് തന്നെ എനിക്കത് ആലോചിക്കുന്ന കാര്യമില്ല. ഞാൻ എന്തെങ്കിലും ആരാണെങ്കിലും ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ ചെയ്യാതിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരിലേക്കും ബന്ധപ്പെട്ടില്ല, എല്ലാവർക്കും വലിയൊരു സഹായമായി മാറട്ടെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. മൈത്രി ഗ്രൂപ്പ് പൊതുജനങ്ങൾക്കായി ഏർപ്പെടുത്തിയ മോര് വിതരണത്തെ ആസിഫ് അലി അഭിനന്ദിക്കുകയും ഈ ഉദ്യമം പതിവ് പോലെ വൻ വിജയമാക്കി തീർക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. ഏകദേശം 15,000-ഓളം ആളുകൾക്ക് ഇത്തവണ സൗജന്യ ദാഹജല വിതരണം ഒരുക്കും. ചടങ്ങിൽ ദീപക് പൂജാര അധ്യക്ഷത വഹിച്ചു. ഞാൻ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം തൽക്ഷണം ഇങ്ങനെ ഒരു സേവനത്തിൽ എന്തായാലും എനിക്ക് ഉറപ്പു തന്നു. ഇവിടെ വന്നു നമ്മുടെ ഈ പരിപാടിക്ക് നല്ലൊരു തുടക്കം കുറിച്ച് അദ്ദേഹം ഇവിടുന്ന് കുറച്ച് ദാഹം അകറ്റി പോകുമെന്ന് എനിക്ക് ഉറപ്പും കൊടുത്ത് അതോടൊപ്പം നമ്മളെ പ്രിയപ്പെട്ട മട്ടാഞ്ചേരിക്കും ഇവിടുന്ന് 2-3 പേർക്ക് സെർവ് ചെയ്തിട്ട് അദ്ദേഹം ഇവിടുന്ന് മടങ്ങുകയായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലൈഫിലും നമ്മളെ എല്ലാ മട്ടാഞ്ചേരി നിവാസികളുടെ ആഭിമുഖ്യത്തിൽ ഞാൻ അദ്ദേഹത്തിന് ഫ്യൂച്ചർ വളരെ നല്ലൊരു എല്ലാ സിദ്ധികളും ഒന്നുകൂടെ തേടിയെത്തുമെന്ന പ്രാർത്ഥനയോടെ ഞാൻ അദ്ദേഹത്തിന് വീണ്ടും അഭിവാദ്യം ചെയ്യാണ്. ഈ മഹത്തായ പരിപാടി ആദ്യമായി എൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ അർപ്പിക്കുന്നു. ഏപ്രിൽ മാസം കൊടും വേനലെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നൊരു പേര് ദീപക് പൂജാരിയെ അദ്ദേഹത്തിൻ്റെ സഹകരണം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ കൊടും വേനൽ ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്ന ജില്ലാ നടത്തുന്നത് കൂടുതൽ സാധ്യപ്പെട്ടാൽ അതും നൽകുന്ന ഒരു സമീപനമാണ് ഇവിടെ മണ്ണാട്ടുകാരാണെന്നുള്ളൂ. ദീപക് പൂജാര വളരെയധികം വർഷങ്ങളായിട്ട് ജനിച്ചുകൊള്ളുന്ന ആളാണ്. അദ്ദേഹം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹിക പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇതോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും. പ്രൊഫസർ പ്രതിമ ആഷർ, സാജൻ മണ്ണാളി, അഗസ്റ്റസ് സിറിൽ, വിശ്വനാഥൻ എസ്, കണ്ണൻ ജാസ്മിൻ, നരേഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. Study German at International Language Academy, ELA Cochin. Grab your future in Germany and Austria.